എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഹാസ് ഹാഡ്, ഹാവ് ഹാഡ്, ഹാഡ് ഇതിൻ്റെ യൂസേജ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഫ്രണ്ട് ലഞ്ച് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് നിങ്ങളോട് പറയത്തില്ലേ, ബാ നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് പറയും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് പറയും? ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലേ. അപ്പം അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ ഹാവ് ഈറ്റൺ ലഞ്ച്. ഐ ഹാവ് ഈറ്റൺ ലഞ്ച്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റിൽ നടന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. നമുക്കറിയാം ഏതൊരു വേർബിനും 3 ഫോംസ് ഉണ്ട്, V1, V2, V3. അപ്പം ഈറ്റ് എന്നുള്ള വേർബിൻ്റെ V2 ഫോമാണ് എയ്റ്റ്, V3 ഫോമാണ് ഈറ്റൺ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സബ്ജക്റ്റിനനുസരിച്ച് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഐ എന്നുള്ളത് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാവ് വന്നു. ഐ ഹാവ് ഈറ്റൺ ലഞ്ച്. ഈ ഒരു സെൻറ്റൻസിൽ നമുക്കറിയാം ഹാവ് ഈറ്റൺ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഇതിലെ മെയിൻ വേർബ് ഏതാണ്? ഈറ്റൺ, കഴിക്കുക എന്നുള്ളതാണ് മെയിൻ വേർബ്. ഇവിടെ ഹാവ് എന്നുള്ളത് മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേർബാണ്. സോ അത് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബാണ്. പക്ഷേ ഹാവിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ നമുക്ക് മെയിൻ വേർബായിട്ടും ഹെൽപ്പിംഗ് വേർബായിട്ടും യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് പറയണം, ഞാൻ സാധാരണ 1 മണിക്ക് ലഞ്ച് കഴിക്കുന്നു. ഇത് നമുക്ക് ഐ യൂഷ്വലി ഈറ്റ് ലഞ്ച് അറ്റ് 1 o'clock എന്ന് പറയാം. ഇതേപോലെ തന്നെ ഈറ്റ് എന്നുള്ള വേർബിന് പകരമായിട്ട് ഹാവും യൂസ് ചെയ്യാം. ഹാവിന് കഴിക്കുക, കുടിക്കുക എന്നൊക്കെ മീനിങ് ഉണ്ട്. സോ എങ്ങനെ വരും? ഐ യൂഷ്വലി ഹാവ് ലഞ്ച് അറ്റ് 1 o'clock എന്ന് പറഞ്ഞാലും മീനിങ് ഞാൻ സാധാരണ 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഹാവ് എന്ന് പറയുന്നത് മെയിൻ വേർബാണ്. കഴിക്കുക എന്ന് പറയാനുള്ളതാണ് ഹാവ്. സോ ഈ ഒരു സെൻറ്റൻസിൽ ഹാവ് എന്ന് പറയുന്നത് മെയിൻ വേർബാണ്. പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് ഒരു സെൻറ്റൻസ് കണ്ടു, ഐ ഹാവ് ഈറ്റൺ ലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഓൾറെഡി കണ്ടു ഹാവ് എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബും അവിടുത്തെ മെയിൻ വേർബ് ഈറ്റൺ എന്നുള്ളതാണെന്ന്. ഇതേ സെൻറ്റൻസിൽ തന്നെ ഈറ്റിന് പകരമായിട്ട് ഹാവ് യൂസ് ചെയ്യാം, കാരണം ഹാവിനും കഴിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാവിൻ്റെ V3 ഫോം വേണം യൂസ് ചെയ്യാൻ. സോ ഈ ഹാവിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ് ആണ്, അതാണ് V2 ഫോം. ഇതേപോലെ തന്നെ V3 ഫോമും ഹാഡ് ആണ്. ഇനി ഐ ഹാവ് ഈറ്റൺ ലഞ്ച്, ഇവിടെ ഈറ്റൺ എന്നുള്ളത് ഈറ്റിൻ്റെ V3 ഫോമാണ്. ഇതേപോലെ തന്നെ ഹാവ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ V3 ഫോം എന്തായിട്ട് വരും? ഹാഡ് ആകും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ എന്ത് മാറ്റം വരും? ഐ ഹാവ് ഹാഡ് ലഞ്ച്, ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? സോ ഈ ഒരു സെൻറ്റൻസിൽ ആദ്യത്തെ ഹാവ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബും രണ്ടാമത്തെ ഹാഡ് എന്നുള്ളത് മെയിൻ വേർബുമാണ്, അതായത് ഹാവിൻ്റെ V3 ഫോം. ഇനി ഹാവിൻ്റെ വേറൊരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഞങ്ങൾക്ക് ഒരു കാർ ഉണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇവിടെ ഉണ്ട് എന്ന് പറയാൻ ഹാവ് എന്നുള്ള വേർബാണ് യൂസ് ചെയ്യുന്നത്. വി ഹാവ് എ കാർ. ഇനി അവൾക്ക് ഒരു കാർ ഉണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ അവിടെ ഷീ കഴിഞ്ഞ് ഹാവ് അല്ല വരേണ്ടത്, ഹാവിൻ്റെ സിംഗുലാർ ഫോമായ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഹാസ് എ കാർ, അവൾക്കൊരു കാറുണ്ട്. ഷീ ഹാസ് എ കാർ. ഇനി നമുക്ക് പറയേണ്ടത് അവൾക്ക് 2 വർഷമായിട്ട് ഒരു കാറുണ്ട് എന്ന് പറയണം. ഇവിടെ നോക്കിയേ, 2 കൊല്ലം മുമ്പ് കാറ് വാങ്ങിയതാണ്, ഇപ്പോഴും ആ കാറുണ്ട്. സോ അതെങ്ങനെ പറയും? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ. സോ അവൾക്ക് എന്ന് പറയാൻ ഷീ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് സിംഗുലാർ സബ്ജക്റ്റ് വന്നാൽ ഹാസ് വരും. ഷീ ഹാസ്. ഇവിടുത്തെ വേർബ് എന്താണ്? ഉണ്ട് എന്നുള്ളത്. ഉണ്ട് എന്ന് പറയാൻ ഹാവ് ആണ്, അതിൻ്റെ V3 ഫോമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരേണ്ടത്. സോ ഹാവിൻ്റെ V3 ഫോം ഹാഡ് ആണ്. സോ ഷീ ഹാസ് ഹാഡ് എ കാർ ഫോർ 2 years. 2 വർഷമായി എന്നല്ലേ പറയുന്നത്. സോ ഡ്യൂറേഷൻ ആണ്, അതുകൊണ്ട് 4 വരും. ഫോർ 2 years. ഷീ ഹാസ് ഹാഡ് എ കാർ ഫോർ 2 years. ഇനി അടുത്തതാണ് ഹാഡ്.
ഞാനൊരു എക്സാമ്പിൾ പറയാം. അവർ വന്നപ്പോൾ ഞങ്ങൾ അത്താഴം കഴിച്ചിരുന്നു എന്ന് പറയണം. When they arrived, we had dinner. When they arrived, we had dinner. ഈ ഒരു സെൻറ്റൻസിൽ 2 ആക്ഷൻസ് നടന്നിട്ടുണ്ട്. അതായത് പാസ്റ്റിൽ 2 ആക്ഷൻസ് നടന്നിട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾ അത്താഴം കഴിച്ചിരുന്നു. ഇതാണ് ആദ്യം നടന്നത്. അതെപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. അതായത് നമുക്കറിയാം ഏത് സബ്ജക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ കഴിക്കുക എന്നുള്ളതിന് ഹാവ് ആണ്, അതിൻ്റെ V3 ഫോം ഹാഡ് ആണ്. സോ വി ഹാഡ് ഡിന്നർ. ഞങ്ങൾ അത്താഴം കഴിച്ചിരുന്നു. ഇനി രണ്ടാമത്തെ ആക്ഷനാണ് അവർ വന്നു എന്നുള്ളത്. അവർ വന്നപ്പോൾ എന്ന് പറയാൻ when they arrived. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വേണം പറയാൻ. അറൈവ് എന്ന് പറഞ്ഞാൽ വരിക, എത്തുക എന്നുള്ള മീനിങ് ആണ്. സോ എത്തിയപ്പോൾ എന്ന് പറയാനാണ് when they arrived. അറൈവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് arrived. സോ അവർ വന്നപ്പോൾ ഞങ്ങൾ അത്താഴം കഴിച്ചിരുന്നു എന്ന് പറയാനാണ് when they arrived we had dinner. സോ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞിരിക്കുന്നതാണ് ആദ്യം സംഭവിച്ചത്, രണ്ടാമത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് സംഭവിച്ചതാണ്. ഇനി ഒരു എക്സാമ്പിളോട് പറയാം. അവന് നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം അവന് നല്ല സുഖം തോന്നി എന്ന് പറയണം. സോ ഇവിടെയും പാസ്റ്റിൽ നടന്ന 2 ആക്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ആദ്യം അവന് നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആദ്യം നടന്നതുകൊണ്ട് തന്നെ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. അതെങ്ങനെ പറയും? ഹി ഹാഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. അതായത് അവന് നല്ലൊരു ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് മീനിങ്. ഇനി അവന് നല്ല സുഖം തോന്നി. അതെങ്ങനെ പറയും? ഹി ഫെൽറ്റ് ഗുഡ്. ഫീൽ എന്ന് പറഞ്ഞാൽ തോന്നുക എന്നാണ്. ഇപ്പം തോന്നി എന്ന് പറയാനാണ് ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ഫെൽറ്റ്. ഹി ഫെൽറ്റ് ഗുഡ്. അപ്പോൾ ഇതൊരു സെൻറ്റൻസ് ആയിട്ട് പറയുമ്പം, അതായത് അവന് നല്ല ഒരു ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം അവന് നല്ലൊരു സുഖം തോന്നി എന്ന് പറയണം. ഇതെങ്ങനെയാണ് സെൻറ്റൻസ് ആയിട്ട് പറയും? ഹി ഫെൽറ്റ് ഗുഡ് ആഫ്റ്റർ ഹി ഹാഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. ഹി ഫെൽറ്റ് ഗുഡ് ആഫ്റ്റർ ഹി ഹാഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. സോ ഈ ഒരു ടെൻസ് നിങ്ങൾക്ക് ക്ലിയറായെന്ന് കരുതുന്നു. നമ്മൾ പാസ്റ്റിൽ നടന്ന 2 ആക്ഷൻസ്, അതിൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുക, അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ്. ഇനി രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയുക, അതായത് ഏത് വേർബാണോ അതിൻ്റെ V2 ഫോം. സോ ഇവിടെയും ഞാൻ 3 ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കിയിട്ട് അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ടൊന്ന് കോമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.